ഹായ് ഗായ്സ്, നമ്മള് കൽപ്പാത്തി രഥോത്സവത്തിന് പോവാണ്. പഴയ NMR-ലേക്കാണ് വന്നത് നമ്മള്. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂടാണ് ഗായ്സ്, ഭയങ്കര ചൂടാണ്. ശ്വാസം തോന്നുന്നുണ്ടാത്ത ഇവിടെ വന്നില്ല. ശരി, അതല്ലേ റാവത്ത് നോർമൽ ബിരിയാണി. ഇതാണ്, ഇത് റാവുത്തർ ബിരിയാണി. നമ്മള് NMR ബിരിയാണി കഴിച്ചു. സൂപ്പർ ബിരിയാണി. ചിക്കൻ, ഞാൻ 2 പേര് ചിക്കനും 2 പേര് ചിക്കൻ കഴിച്ചു. അവര് ബീഫ് കഴിച്ചു. രണ്ടും കൊള്ളാം. സൂപ്പർ ബിരിയാണി. 160ക്കും 170ക്കും ഉള്ളത് കൊള്ളാം. ഇത് നമ്മൾ സിന്ധു കൂൾ ബാറിൽ പോയിട്ട് എന്ത് ജ്യൂസ് കുടിക്കുന്നത്, അവരുടെ സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ട്, പോയിട്ട് നോക്കാം. നമ്മൾ ഒത്തന്റിക് സിന്ധു സ്കൂൾ ബാർ അന്വേഷിച്ച് പോയതാണ്. അത് അടച്ചുപോയി. നമുക്ക് തിരിച്ച് മറ്റേ കൂൾബാറിലേക്ക് പോകും. അപ്പൊ ലെറ്റ്സ് ഗോ ബാക്ക്. നമ്മളൊന്ന് ആദ്യം അവിടെ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വലിയ അഹങ്കാരം കാണിച്ചു. നമ്മൾ ഓർഡർ ചെയ്തു മുട്ട പുഴുങ്ങിയത്, 2 പത്തങ്ങ, ഒരു കോവക്ക, ഒരു ഭാവന ചമ്മന്തി. 2 സൗന്ദര്യത്തിന്റെ ദൈവചെയ്തിടരുത്. ഉറപ്പായിട്ട് വിടും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. റെയിൻബോ ഷേക്ക്, പിന്നെ ബദാം മിൽക്ക്, പിന്നെന്താ പിന്നെന്താ പറഞ്ഞ ഞാൻ മറന്നുപോയി. അതെന്താ റെയിൻബോ ഷേക്ക്, ബദാം മിൽക്ക്, ഹോൾ ഗ്രേപ്പ്, വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, നമ്മൾ കൽപ്പാത്തിക്ക് പോവാണ്. ഇത്ര നേരം തിന്നും കുടിച്ച് നടന്നു. ഇനി നമുക്ക് കൽപ്പാത്തിക്ക് പോകാം. അനക്ക എന്താ വയ്യേ? ടയേർഡായി. ജ്യൂസ് കുടിച്ച് തലക്ക് പിടിച്ച് മൊത്തടിച്ചു. അതുകൊണ്ട് ടൈഗർ ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് ആക്സോയത് ഞാൻ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അല്ല, ഞങ്ങൾ കോഴിക്കോട്. ഒരു ഡസനാണോ? 12. അതന്നെ ഒരു ജ്യൂസ് അടിയത്.
ജീപ്പ് ഉണ്ടോ കേട്ടോ? ജീപ്പ് ഇത് ടാറ്റു ആണ്. കൈ കാണിച്ചേടി, कितना है? കൈ കാണിച്ചു. നമ്മളങ്ങനെ ബാക്കിയൊക്കെ നമുക്ക് നേരെ നോക്കിയാൽ രണ്ട് ആൾക്കാർ സഹായാണ് ഹൈലൈറ്റ് ഒക്കെ. പിന്നെ അടുത്ത തിരക്ക് വരുന്നുണ്ട്. ഓടാൻ നമുക്ക് ഓടിക്കൂ. ഹൃദയ ഗൈസ്, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അറിയില്ല ഇനി എന്ത് ചെയ്യും. നമുക്ക് ഒരുപാട് സമയമുണ്ട്. ലൈറ്റ് ഒക്കെ പോവാൻ തുടങ്ങി. നമ്മുടെ എനിക്കിവിടെ ആരൊക്കെയും ചോദിക്കാം. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ എന്ത് ചെയ്യും. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ബാസ് ടയർഡായോ? ഒരു മിനിറ്റ് പോലും സമയം കിട്ടിയില്ല. ട്രെയിൻ കയറി ഇവിടെ എത്തി, ബിരിയാണി കഴിച്ചു, പിന്നെ ജ്യൂസ് കഴിച്ചു, പിന്നെ ഇവിടെ വന്നു. ഇവിടെ നല്ല എൻഗേജ്ഡ് ആയിരുന്നു എന്താണെങ്കിലും. പിന്നെ ടയേർഡായിട്ട് ഇപ്പാന്ന് ഇരുന്നത്. ഇനി നമുക്ക് ചായ കുടിക്കണം. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എന്റെ ഈശ്വര നല്ല തിരക്കായിരുന്നു ഗൈസ്. നമ്മൾ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പെട്ടെന്നൊരു തിരക്ക് വന്നു. 10:45 റിട്ടേൺ ട്രെയിൻ അല്ലേ? നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ചായ കുടിച്ചില്ല, നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, നമുക്ക് ആരൊക്കെയും ചോദിക്കാം. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യാം. അതാ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാവരും ടയർഡായിട്ട് ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. ജ്യൂസ് കിട്ടി പരാക്രമത്തിൽ എല്ലാവരും കുടിച്ചു തീർത്തു. നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സെക്കൻഡ് ക്ലാസ് കുടിച്ചെന്നാണ് പറയുന്നത്.
ലൈം സോഡ കുടിച്ച് നമ്മൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഗൈസ്. കഴിഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ. പക്ഷെ നമുക്ക് ട്രെയിൻ 10:30 ഉള്ളൂ. എടുക്ക്. ക്ലാസ് എടുക്കണില്ലേ? അതെന്താ? എന്റെ കോറ നഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഇതൊരു നല്ല നമ്പറാണ്. 000. ഇതൊക്കെ സെറ്റ്. അത് മുഴുവനായിട്ട് എടുക്കണം. ഇതേ സിംഗിൾ തരുമല്ലോ. കോറ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എന്ത് സ്ഥലമാണ്? മണീസ് കഫേ. ഞാൻ എവിടെ കണ്ടിട്ടില്ലോ മണീസ് കഫേ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. പക്ഷെ നമുക്ക് 10:30 ട്രെയിനുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിന്ന് AC കമ്പാർട്ട്മെന്റിൽ പോയിട്ട് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. അവിടെ കുത്തിയിരിക്കുന്നു ഉറങ്ങണം. അതെ, ഇരുന്നുറങ്ങണം. ബാസ് രാവിലെ ഒരു കുപ്പിയോളം മേടിച്ചെന്ന് പറഞ്ഞാൽ അതും കുലിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പിന്നെ അതിൽ പിടിച്ചോണ്ട് കൂടി. എട്ടം വിളിച്ചൊന്നുമില്ല. നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ? ഹൃദയ. നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എത്തി ഗൈസ്. പല പല എക്സ്പീരിയൻസുകളായിരുന്നു. വരവില്ല. ഇങ്ങനെ പോന്നാലേ പോരുള്ളൂ. നമ്മൾ കൽപ്പാത്തി കണ്ടല്ലോ. നമ്മൾ AC വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ പോവാണ് ട്രെയിൻ വരുന്നവര്. നമ്മൾ എവിടെയായിരുന്നു? AC വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. 10:55 നമുക്ക് ട്രെയിനുള്ളൂ. അതുവരെ ഇവിടെ ഇങ്ങനെ ഉറങ്ങാന്ന് വിചാരിച്ചു. എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഫോണിൽ കളിക്കുന്നുണ്ട്. എല്ലാവരും ടയേർഡായി എന്നാണ് പറയുന്നത്. പക്ഷെ അത്ര ടയേർഡൊന്നും ആയില്ല. ക്ഷീണം വരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 മണിക്കൂറിന്റെ കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അലാറം വെച്ച് ഉറങ്ങാൻ പോകും. അപ്പൊ നമുക്ക് ട്രെയിൻ വന്നിട്ട് കോഴിക്കോട് എത്തിയിട്ട് കാണാം.